മലയാള സിനിമയിൽ 5 പതിറ്റാണ്ടോളം പൊട്ടിച്ചിരിപ്പിച്ചും ഈറനണിയിച്ചും നമുക്കൊപ്പം ഉണ്ടായിരുന്ന അഭിനയ വിസ്മയമായിരുന്നു മലയാളികളുടെ സ്വന്തം KPC ലളിത. അനാരോഗ്യത്തെ വകവയ്ക്കാതെയും കഥാപാത്രങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരുന്ന ലളിതാമ്മയുടെ ആഗ്രഹം മരണം വരെ അഭിനയിക്കുക എന്നതായിരുന്നു. പുതിയ സിനിമകൾ തിയേറ്ററിലെത്താൻ ഇരിക്കവെയായിരുന്നു ചമയം അഴിച്ചുവെച്ച് ലളിതയുടെ മടക്കം. മമ്മൂട്ടിക്കൊപ്പം ഭീഷ്മപർവം, നവ്യ നായർക്കൊപ്പം ഒരുത്തി എന്നീ സിനിമകളിലാണ് KPC ലളിത അവസാനമായി വേഷമിട്ടത്. ആലപ്പുഴയിലെ രാമപുരത്ത് ഭാർഗവി അമ്മയുടെയും പിതാവ് കടയ്ക്കത്തറൽ വീട്ടിൽ K. അനന്തൻ നായരുടെയും മകളായി 1947 ഫെബ്രുവരി 25-നാണ് മഹേശ്വരി അമ്മ എന്ന KPC ലളിത ജനിച്ചത്. വളരെ ചെറുപ്പകാലത്ത് തന്നെ കലാമണ്ഡലം ഗംഗാധരനിൽ നിന്ന് നൃത്തം പഠിച്ചു. 10ാം വയസ്സിൽ ഗീത എന്ന നാടക സംഘത്തിന്റെ ബലി എന്ന നാടകത്തിൽ നർത്തകിയായി എത്തി. 1964-ൽ അക്കാലത്തെ പ്രമുഖ നാടക സംഘടനയായിരുന്ന KPSCക്കൊപ്പം ലളിത ചേർന്നു. ഇതോടെ തോപ്പിൽവാസി മഹേശ്വരിയെ ലളിതയാക്കി മാറ്റി. KS സേതുമാധവന്റെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. KPSCയുടെ നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിൽ നാടകത്തിലെ അതേ കഥാപാത്രം തന്നെയായിരുന്നു ലളിതയ്ക്ക്. പിന്നെ കൊടിയേറ്റത്തിൽ ഭരത് ഗോപിക്കൊപ്പം നായികയായി. സ്വയംവരം, അനുഭവങ്ങൾ പാളിച്ചകൾ, ചക്രവാളം, കൊടിയേറ്റം, സന്മനസ്സുള്ളവർക്ക് സമാധാനം, പൊന്മുട്ടിയിടുന്ന താറാവ്, വടക്കുനോക്കി യന്ത്രം, വെങ്കലം, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി, ശാന്തം, അമരം, സന്ദേശം, നീലപ്പൊന്മാൻ അങ്ങനെ നീളുന്നു ലളിത അഭിനയിച്ച് വിസ്മയിപ്പിച്ച ചിത്രങ്ങൾ. 1978-ൽ സംവിധായകൻ ഭരതനുമായുള്ള വിവാഹത്തിന് ശേഷമാണ് വടക്കാഞ്ചേരിയുടെ മരുമകളായി ലളിത എങ്കക്കാടെത്തുന്നത്. അന്ന് മലയാള സിനിമയുടെ തലസ്ഥാനം മദ്രാസ് ആയിരുന്നതിനാൽ ഭരതനൊപ്പം ചെന്നൈയിലായിരുന്നു ലളിതയുടെ ജീവിതം. 1998-ൽ ഭരതന്റെ വേർപാടിന് ശേഷം എങ്കക്കാട്ടെ പാലിശ്ശേരി തറവാട്ടിലേക്ക് താമസം മാറ്റി. ഭരതൻ അകാലത്തിൽ മരിച്ചപ്പോൾ 6 മാസത്തോളം വീട്ടിലെ ഇരുളിൽ ലളിത ഒതുങ്ങിപ്പോയിരുന്നു. പക്ഷേ 1999-ൽ സത്യൻ അന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ ശക്തമായി തന്നെ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. ലളിതാമ്മ വീണ്ടും ഓടി നടന്ന സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ചുറ്റും കടബാധ്യതകളായിരുന്നു. കടബാധ്യതകളിൽ നിന്നും കരകയറാനുള്ള വഴിയായിരുന്നു പിന്നീട് സിനിമ. ഭർത്താവ് വരുത്തിവെച്ച വലിയ ബാധ്യതകൾ അക്ഷീണമായ പ്രയത്നം കൊണ്ട് ലളിത ഇല്ലാതാക്കി. ദൈവം ഒരു പ്രേക്ഷകനാണെങ്കിൽ എപ്പോഴും കരയുന്ന എന്നെയാണ് ആ ദൈവത്തിന് ഇഷ്ടമെന്ന് KPC ലളിത ഒരിക്കൽ പറഞ്ഞിരുന്നു. കാലം വേദനകളാൽ പലതവണ മുറിവേൽപ്പിച്ചിട്ടും ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഉൾക്കരുത്തുള്ള കഥാപാത്രങ്ങളെ പോലും സ്വാഭാവികതയോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ലളിതയ്ക്ക് കഴിഞ്ഞത് ജീവിതവും അഭിനയവും കെട്ടുപിണഞ്ഞു കിടക്കുന്നതിനാലാവാം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ലളിതമായിരുന്നില്ല ലളിതയുടെ ജീവിതയാത്രകൾ. ബാല്യകാലവും ഭരതന്റെ മരണവും കടബാധ്യതകളും അപകടങ്ങളും ലളിതയെ വല്ലാതെ തളർത്തിയിരുന്നു. എങ്കിലും മലയാളികളെ ചിരിപ്പിച്ചും ചിലപ്പോൾ കരയിപ്പിച്ചും അവർ അരങ്ങിൽ തിളങ്ങി. അച്ഛനും അമ്മയുടെ വീട്ടുകാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് KPC ലളിതയുടെ ബാല്യകാലത്ത് അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയത്. പാർട്ടി പ്രവർത്തനവുമായും മറ്റും ബന്ധപ്പെട്ടുള്ള അച്ഛന്റെ വീട് വിട്ടുള്ള യാത്രകളും അമ്മയിൽ നിന്ന് പതിവായി കേൾക്കുന്ന ശകാരവും മർദ്ദനവുമെല്ലാം വീട്ടിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡുകൾ 2 തവണ KPC ലളിത സ്വന്തമാക്കിയിട്ടുണ്ട്. 1991-ൽ അമരം എന്ന ചിത്രത്തിലൂടെയും 2000-ൽ ശാന്തം എന്ന ചിത്രത്തിലൂടെയുമായിരുന്നു ഇത്. 4 തവണ കേരള സർക്കാരിന്റെ 2ാമത്തെ നടിക്കുള്ള ചലച്ചിത്ര അവാർഡ് KPC ലളിത നേടിയിട്ടുണ്ട്. നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ലളിത മലയാളത്തിലും തമിഴിലുമായി 550-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് നാഴികക്കല്ലുകൾ ബാക്കിയാക്കിയാണ് ലളിതാമ്മ ഓർമ്മയായത്. വെള്ളിത്തെരയിൽ അവരെന്നെന്നും ജീവിക്കും. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.